രാജ്യവിരുദ്ധ പരാമർശവുമായി റിയാലിറ്റി ഷോ താരം അഖിൽ മാരാർ. പാകിസ്ഥാൻ ഭീകരർക്കെതിരെ ഭാരതം തിരിച്ചടിച്ചതിലാണ് പ്രതികരണം. സമൂഹമാധ്യമത്തിലൂടെ ലൈവായി പരാമർശം നടത്തുകയായിരുന്നു. ബലൂച്ചുകൾക്ക് ഭാരതം രഹസ്യമായി ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്ന പരാമർശം ഭരണാധികാരികൾക്കും അവഹേളനമാണ്. അഖിൽ മാരാർക്കെതിരെ BJP പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ശരി, അഖിൽ മാരാറിന്റെ ആ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂചികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിലെ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരു ആത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് എന്തിനാണ് പറയാൻ ഇപ്പം ഈ കുറെ ന്യായവാദികൾ പറയും നമ്മുടെ രാജ്യത്ത് യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ രാജ്യത്തെ ജനതയെ നമ്മൾ സംരക്ഷിക്കണം. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, എത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരു പരാമർശമാണ് അഖിൽ മാരാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പാകിസ്ഥാനെ ഓർത്ത് ഇത്രത്തോളം അദ്ദേഹം വിലപിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നാലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രത്തോളം സംസാരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് രാജ്യവിരുദ്ധത തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ ഒരു അവസ്ഥയിൽ കൊട്ടാരക്കര പോലീസിൽ BJP പരാതി നൽകിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ പോസ്റ്റ് അഖിൽ മാരാർ മുക്കുന്ന സാഹചര്യമുണ്ട് അല്ലേ? തീർച്ചയായും ഈ ഒരു ലൈവ് പോസ്റ്റ് ഇപ്പോൾ അഖിൽമാരുടെ ഈ ഒരു ഫീഡിൽ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ഇങ്ങനെ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ ജനൻ ടിവിക്കും അതോടൊപ്പം തന്നെ അവതാരകനായിട്ടുള്ള അനിൽ നമ്പ്യാർക്കുമുള്ള മറുപടി എന്നുള്ള രീതിയിലാണ് ഈ ലൈവ് തുടങ്ങിയത്. പിന്നീടാണ് അത് ഓരോ ഘട്ടമായി പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ പരാമർശങ്ങളൊക്കെ ഉയർന്നു കേട്ടത്. എന്തായാലും ഇതിൽ ഈ അഖിൽ മാരാരുടെ പരാമർശം വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് ആദ്യമായി തന്നെ പറയുന്നത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഭാരതം ബലൂചിസ്ഥാനികൾക്ക് ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ബലൂചിസ്ഥാൻ ജനതയെ ഭാരതം ചതിച്ചു എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭരണാധികാരികൾ അവരൊക്കെ തന്നെ ആത്മാഭിമാനം ഇല്ല എന്നുള്ള രീതിയിലുമൊക്കെയാണ് ഈ അഖിൽ മാരാർ പരാമർശം നടത്തിയിട്ടുള്ളത്. എന്തായാലും അതൊക്കെ തന്നെ വളരെയധികം ഗൗരവമായി തന്നെ ഇത്തരത്തിൽ ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതായത് രൂക്ഷമായ രീതിയിൽ ആ ശരീരഭാഷയിൽ തന്നെ നമുക്കറിയാം ഒരു ലൈവിലാണ് സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം, അതായത് ഭീകരതയ്ക്കെതിരെ രാജ്യം ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി ഒരു റിയാലിറ്റി ഷോ താരം രംഗത്ത് വരുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾക്കിടയിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അഖിൽ മാരാർക്കെതിരെ BJP കൊട്ടാരക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാമർശം നടത്തിയിട്ടുള്ള അഖിൽ മാരാർക്കെതിരെ കൃത്യമായുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുവാൻ മാത്രം എവിടെ നിന്നാണ് അഖിൽ മാരാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അതിന്റെ സോഴ്സ് പരിശോധിക്കണമെന്നുള്ള കാര്യവും ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പരാമർശം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ ഭാരതീയനും ഈ ഭീകരതയ്ക്കെതിരെ ഈ ഭരണാധികാരികളോടൊപ്പം, അതായത് പ്രധാനമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സുരക്ഷയുടെ ഭാഗമായും അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തെ ചെറുത്തു നിൽക്കുന്നതിന്റെ ഭാഗമായും ഒക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയാണ്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതിനോടകം തന്നെ ഈ ലൈവ് പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തുവെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശം ഈ വിഷ്വൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ശരി.